കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടൻ വിശാൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ശാരീരിക അസ്വസ്ഥതകൾ പോലും വകവെക്കാതെയാണ് വിശാൽ സിനിമയുടെ പ്രമോഷന് പങ്കെടുത്തത്. ആ വീഡിയോകളാണ് വൈറലായത്. 12 വർഷങ്ങൾക്ക് മുൻപ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ നടന്റെ ചിത്രം പൊങ്കൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. പനിച്ചു വിറച്ചിട്ടും കമ്മിറ്റ്മെന്റുകളിൽ നിന്ന് മാറി നിൽക്കാത്ത വിശാലിനെ പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ. നിരവധി പേർ വീഡിയോ ഷെയർ ചെയ്തു. തമിഴ് സിനിമാസ്വാദകരെ ഒന്നടങ്കം നിരാശയിൽ ആഴ്ത്തിയിരിക്കുകയാണ് വിശാലിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ. കാഴ്ചയ്ക്കായി കണ്ണടയും താരം വെച്ചിരുന്നു. വിശാലിന് എന്തുപറ്റിയെന്നാണ് എല്ലാവരുടെയും ചോദ്യം. കടുത്ത മൈഗ്രെയിനും പനിയുമാണ് നടന്റെ അവശതയ്ക്ക് കാരണം. പനിക്കുമപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടനുണ്ടെന്ന സംശയവും പുറത്തുവരുന്നു. ബോഡി ഫിറ്റായിരിക്കാൻ പരിധിയിൽ കൂടുതൽ സ്റ്റെറോയിഡ് ഉപയോഗിച്ചതായും പ്രചരിക്കുന്നുണ്ട്. സ്ട്രെസ്സും ടെൻഷനും തനിക്കുണ്ടെന്ന് ഒരിക്കൽ താരം പറഞ്ഞതായി സിനിമാ നിരൂപകൻ ചെയ്യാറു ബാലു പറയുന്നു. കടങ്ങൾ, പ്രണയപരാജയം, സുഹൃത്തുക്കളുടെ ചതി, സിനിമകളുടെ പരാജയം ഇതൊക്കെയായിരുന്നു കാരണം. ഒരു ചിത്രത്തിൽ കോങ്കണ്ണുള്ള കഥാപാത്രമായി വിശാൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഡബ്ബിങ്ങിന് വന്നപ്പോൾ തനിയെ വിശാലിന് കോങ്കണ്ണ് വരുമായിരുന്നു. ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും ചെയ്യാറു ബാലു പ്രതികരിച്ചു. അതേസമയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള അപ്ഡേറ്റുകൾ ആശ്വാസം നൽകുന്നതാണ്. വിശാലിന് വൈറൽ ഫീവർ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നടൻ ഇനി കുറച്ചു ദിവസത്തേക്ക് വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ നിരീക്ഷണത്തിൽ തുടരാനും നിർദ്ദേശം നൽകി. എന്നാൽ വർഷങ്ങൾക്ക് മുൻപുള്ള വിശാലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഫിറ്റ്നസിൽ ശ്രദ്ധിച്ചിരുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു നടനായിരുന്നു വിശാൽ. എങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആയി എന്നാണ് ആരാധകരുടെ സംശയം. വിശാലിന്റെ അച്ഛനും അമ്മയും സിനിമാ നിർമ്മാതാക്കളാണ്. അതുവഴിയാണ് വിശാലിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. വേദം എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടക്കം. അവിടെ വെച്ച് സംവിധായകൻ ഗാന്ധി കൃഷ്ണനാണ് പുതിയ സിനിമയിലെ നായകനായി വിശാലിനെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെ നായകവേഷത്തിലേക്ക് എത്തി. അതിനുശേഷം നിരവധി സിനിമകൾ വന്നു. എന്നാൽ തുടക്കകാലത്ത് നിറത്തിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിശാലിന്. നിറത്തിന്റെ പേരിൽ വേദനിപ്പിക്കുന്ന വിമർശനങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് വിശാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാമുള്ള മറുപടിയാണ് തന്റെ സിനിമകളെന്നാണ് താരം പറഞ്ഞത്. മികച്ച സിനിമകൾ ഒന്നൊന്നായി തിരഞ്ഞെടുത്തുകൊണ്ട് വിമർശനങ്ങൾക്ക് താരം മറുപടി നൽകി. സണ്ടക്കോഴി, ഡിഷും തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇരുമ്പ് തിരൈ, മാർക്ക് ആന്റണി വരെ എത്തി നിൽക്കുന്നു വിശാലിന്റെ വിജയ കഥകൾ. നടൻ മാത്രമല്ല, നിർമ്മാണ രംഗത്തും സജീവമാണ്. വിശാൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിരവധി സിനിമകൾ നിർമ്മിച്ചു. നടികർ സംഘം താരസംഘടനയുടെ പേരിൽ പല വിവാദങ്ങളും വിശാലിന്റെ പേരിലുണ്ടായി. ആരോഗ്യവാനായി തിരികെ വരാനുള്ള പ്രാർത്ഥനയിലാണ് വിശാലിന്റെ ആരാധകർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.